20 വർഷമായി മൊബൈൽ സർവീസ് ഫീൽഡുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. ഇവിടെ വന്നപ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻറ്റ് കിട്ടി. നിങ്ങൾ IC വർക്കിലേക്ക് ചെയ്യണം എന്നുള്ള കോൺഫിഡൻറ്റ് ഉണ്ട്. ഒരു ടെക്നീഷ്യൻ എടുക്കുന്ന ക്ലാസ്സും നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ, കേവലം ഒരു അധ്യാപകൻ എടുക്കുന്ന ഒരു ടെക്നീഷ്യൻ. ഇപ്പോൾ DIATലെ 10 ദിവസം ആൻഡ്രോയിഡ് അപ്ഡേഷൻ ക്ലാസ് കഴിഞ്ഞ് അതിൻ്റെ സന്തോഷത്തിൽ അതിൻ്റെ സെലിബ്രേഷനാണ് ഇവിടെ നടക്കുന്നത്. കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഒരു സന്തോഷത്തോടെ കേക്കും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇവരോട് ഇവരെന്തുദ്ദേശിച്ചാണ് ഇവിടേക്ക് വന്ന കാര്യങ്ങളൊക്കെ അവർക്ക് 100% സാറ്റിസ്ഫൈഡ് ആണോ ഉള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ഇവരോട് തന്നെ ചോദിക്കാം. എന്തൊക്കെയാണ് ഈ ഒരു 10 ദിവസത്തെ എക്സ്പീരിയൻസ് എന്ന് പറയണം? 10 ദിവസം പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു ലൈഫിൻ്റെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഈ 10 ദിവസം. ഞാൻ 20 വർഷമായി മൊബൈൽ സർവീസ് ഫീൽഡുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. പക്ഷെ കൂടുതൽ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷിച്ചു എവിടെയാണ് കേരളത്തിൽ എവിടെയാണ് കൂടുതൽ സ്റ്റഡി അന്വേഷിച്ച് അവിടുന്ന് കണ്ടെത്തിയതാണ് DIAT എന്നുള്ള പേര്. എനിക്ക് മുന്നേ ഇതുമായിട്ട് അറിയില്ല, എങ്ങനെയുണ്ട് എന്നറിയില്ല. അന്വേഷിച്ച് ഞാൻ നോക്കി, യൂട്യൂബിലേക്ക് കണ്ടു, എന്നിട്ട് അന്വേഷിച്ച കൂടുതൽ ആൾക്കാരോട് അന്വേഷിച്ചു. എല്ലാവരും നല്ല അഭിപ്രായത്തോടു കൂടിയാണ് പറയുന്നത്. അന്വേഷിച്ചപ്പോ ഒരു നെഗറ്റീവും ഇല്ല. അത്രയും കാരണം ഞാൻ ഈ ഫീൽഡായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കൊണ്ട് അവെയറാ. വളരെ നല്ല അനുഭവം. കാരണം സാധാരണഗതിയിൽ ഒരു 10 മണി 10 to 5 എന്നുള്ള ആ പിക്ചർ മാറ്റി നമുക്ക് അതിനുശേഷം നമുക്ക് ലാബിലെ ചെയ്യാ കീ നമ്മളെ കയ്യിലാണ്, സ്റ്റുഡൻസിന്റെ കയ്യിൽ. ആ രീതിക്ക് നമ്മള് സ്റ്റുഡൻസ് നമ്മളത് അങ്ങനെ ചെയ്യുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10 ദിവസം നിങ്ങളെ ടെക്നീഷ്യൻസിന് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ദിവസമാണ്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്യട്ടെ എന്നുള്ള കണ്ടീഷനിലാണ് കീ നിങ്ങളുടെ കയ്യിൽ തരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ ജോയിൻ ചെയ്ത അന്ന് മുതൽ ഇവിടെ ജോയിൻ ചെയ്യുന്ന ഏതൊരു സ്റ്റുഡൻറ്റും നമ്മുടെ DIATന്റെ ഭാഗമാണ്, DIAT ഫാമിലിയിലെ ഒരു മെമ്പറാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ നിങ്ങളെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ ഏൽപ്പിച്ചങ്ങ് തരുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ സാറ് എടുത്തു പറയേണ്ടതാ. കാരണം വെൽ ടെക്നീഷ്യൻ, അതെ, അങ്ങനെ ഒരു ടെക്നീഷ്യൻ നമുക്കൊരു പഠിപ്പിക്കുന്ന ഒരു ഇൻസ്ട്രക്ടറായിട്ട് കിട്ടുക പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. അതായത് ഒരു കേവലം അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന ഒരു ടെക്നീഷ്യൻ ക്ലാസ് എടുക്കുന്ന നമ്മൾ വ്യത്യാസം ഉണ്ടാവും. ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റും. നിനക്കറിയാം ഒരു ടെക്നീഷ്യൻ ആണ്. അതെ, ഓക്കെ, താങ്ക്സ്. എവിടെയാണ് സാർ? എവിടെയാണ്? പയ്യോളി. ഓക്കെ, എത്ര വർഷമായിട്ട് ഫീൽഡുണ്ട്? 4 വർഷമായി ഫീൽഡ്. 4 വർഷമായിട്ട് ഫീൽഡുണ്ട് അല്ലേ? ഓക്കെ, എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു? എന്താണ് ഇവിടെ വന്നപ്പോൾ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ? 3-4 വർഷം ഉണ്ടായിട്ടും എനിക്ക് ഡിസ്പ്ലേ വർക്ക് IC വർക്ക് തീരെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻറ്റ് കിട്ടി. നിങ്ങൾ IC വർക്കിലേക്ക് ചെയ്യണം എന്നുള്ള കോൺഫിഡൻറ്റ് ഉണ്ട്. ഓക്കെ, എല്ലാത്തിനും കറക്റ്റ് ഒരു മെത്തേഡ് കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മളെ നോളജ് മാത്രം അപ്ഡേറ്റ് ആയിട്ട് കാര്യമുണ്ടോ? ഇല്ല, അതിൻ്റെ കൂടെ എന്തും കൂടെ അപ്ഡേറ്റ് ആവണം. പ്രാക്ടീസ് വേണം. അതുപോലെ തന്നെ നമ്മളെ ടൂൾസ് കാര്യങ്ങളെല്ലാം നമുക്ക് അപ്ഡേറ്റ് ആവണം അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മൊത്തത്തിലുള്ള ഒരു അവയർനെസ് കിട്ടിയിട്ടുണ്ട് അല്ലേ? പക്ഷേ അടുത്ത ആള് എവിടുന്നാണ് വരുന്നത്? സുഹേൽ, വയനാട്ടിൽ നിന്ന്. ഓക്കെ, സുഹേൽ എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത്? 5 വർഷമായിട്ട് ഈ ഫീൽഡുണ്ട് അല്ലേ? ഓക്കെ, എവിടെ വർക്ക് ചെയ്തിരുന്നത്? ദുബൈയിലാണ്. ഓക്കെ, അപ്പോൾ ദുബൈയിൽ നിന്ന് ഇപ്പോൾ ലീവ് എടുത്ത് വന്നതാണ് അല്ലേ? ഈ അപ്ഡേഷൻ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ലീവ് എടുത്ത് വന്നതാണോ? അതോ ലീവ് എടുത്ത് വന്ന സമയത്ത് നിങ്ങൾ ഇത് കണ്ട് അപ്ഡേറ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചാണ്? എങ്ങനെയാണ്? അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വന്നതാണ്. വന്ന ഉദ്ദേശം നടന്നിട്ടുണ്ടോ? പറഞ്ഞോളൂ അതിനെ കുറിച്ച്. അത് ആദ്യം നോർമൽ വർക്കാണ് ചെയ്തിരുന്നത്. അതായത് ചെറിയ ചാർജിങ് IC അങ്ങനെയൊക്കെ മാറുന്നുണ്ടായിരുന്നു. പക്ഷേ CPU വർക്ക് അതൊന്നും ചെയ്തില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ സാറായി ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, CPU ചെയ്ത് സക്സസ് ആയോ? സക്സസ്. ഇനി റാം ഫിറ്റ് ചെയ്യാണ്ട് ടൈം. ഓക്കെ, എടുത്തപ്പോൾ പ്രിന്റ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പ്രിന്റ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് കിട്ടി അതിന്റെ? ഓക്കെ, അതിന്റെ അവിടെ നിന്നുള്ള ജമ്പറും കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ എന്താണ് ഡിഫറൻറ്റ് വന്നിട്ടുള്ളത്? ക്ലാസ്സിൽ ഒരു ടെക്നീഷ്യൻ എടുക്കുന്ന ക്ലാസ്സും നല്ല വ്യത്യാസമുണ്ട്. കേവലം ഒരു അധ്യാപകൻ എടുക്കുന്ന ഒരു ടെക്നീഷ്യൻ ക്ലാസ് എടുക്കുന്ന തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്, അത് ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലേ? എന്താണ് കൂടുതലായിട്ട് കിട്ടിയത് കാര്യങ്ങൾ? സാറ്റിസ്ഫൈഡ് ആണോ ക്ലാസിന്റെ കാര്യത്തിൽ? എന്താണ് ബോർഡ് വർക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറ്റി? കോൺഫിഡൻറ്റ് കൂടിയോ? ഈ ഒരു വർഷം ട്രെയിനിങ്ങിൽ കിട്ടാത്തൊരു കോൺഫിഡൻറ്റ് ഒരു 10 ദിവസം കൊണ്ട് കിട്ടിയോ? കിട്ടി. എങ്ങനെ മനസ്സിലായി അത് കിട്ടിയെന്നുള്ളത്? അനുഭവം കൊണ്ട് കിട്ടി. ഓക്കെ, പാലക്കാട് പട്ടാമ്പി. ഓക്കെ, എവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു? ചെറുപ്പശ്ശേരി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്? ചെറുപ്പശ്ശേരി തന്നെയാണ്. എത്ര വർഷമായിട്ട് വർക്ക്? 3 വർഷത്തോളമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, ഈ 2-3 വർഷത്തോളം വർക്ക് ചെയ്ത രീതി തന്നെയാണോ ഇനിയിപ്പോൾ 10 ദിവസം കഴിഞ്ഞ് ഇനി പോയിരുന്നിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്? എന്തൊക്കെ മാറ്റങ്ങളാണ് വർക്കിൽ ഇനി വരാൻ പോകുന്നത്?
പിന്നെ CPU വർക്ക് പ്രധാനമായിട്ട് CPU വർക്ക് കാര്യങ്ങൾ, പിന്നെ അതുപോലെ നമ്മുടെ ട്രാക്കിങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്രയും നാൾ നമ്മളൊരു ഊഹം വെച്ചിട്ടാണ് കംപ്ലൈന്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? ഇനിയിപ്പോൾ ആ ഒരു ഊഹം വെച്ചുള്ള പരിപാടി ചെയ്യോ? ഇല്ല. കംപ്ലൈൻറ്റ്സ് എന്താണെന്ന് കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്തിലേക്ക് ബോർഡിലേക്ക് തൊടുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു IC തൊടുകയുള്ളൂ അല്ലേ? അങ്ങനെ ചെയ്യാത്തതിന്റെ പ്രോബ്ലംസ് ഇതുവരെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മറ്റൊരു പ്രോബ്ലത്തിലേക്ക് പോകുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അല്ലേ? ഇനി അത് പോവോ? ഇല്ല. അതെന്തുകൊണ്ട് അങ്ങനെ പോകുന്നത്, അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെയൊക്കെ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ കിട്ടിയോ? കിട്ടി. ഓക്കെ. ഇനി ആ രീതിയിൽ തന്നെ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അല്ലേ? അതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു. നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ നോർമൽ വർക്കുകൾ ഇപ്പോൾ നമ്മൾ IC വർക്കായാലും ഒക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചെറിയ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് ഡയറ്റിനെ കുറിച്ചിട്ട് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെയാണ് വന്നത്. 10 ദിവസം കൊണ്ട് നമുക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ആദ്യം. നമുക്ക് 10 ദിവസം കൊണ്ട് കഴിയോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ നമുക്ക് 10 ദിവസം കൊണ്ട് പഠിക്കാനുള്ളതേ ഉള്ളൂ. അത് വളരെ നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന ആൾക്കാർക്കും കൂടെ ഉള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ എൻക്വയറി നടത്താൻ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിനു മുമ്പ് പഠിച്ച് ഇറങ്ങിയ പലരും ചോദിച്ച ചോദ്യമാണ്. അതായത് പഠിച്ച് വന്ന ആൾക്കാരൊക്കെ ഒരു ഇതെല്ലാവരും തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, 10 ദിവസം കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ സിലബസിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് തീരുമോ? അതിന്റെ മറുപടി ഇവിടെ പഠിച്ച ആളുകളിൽ നിന്നാണ് കിട്ടുന്നത്. അതിപ്പോൾ നിങ്ങൾ പറഞ്ഞതോടുകൂടി അതിന് മറുപടിയായി. ഇപ്പോൾ നമുക്ക് ട്രെയിനിങ് ആണെങ്കിൽ നല്ല രീതിയിലാണ് നമ്മൾ CPU ഒക്കെ സക്സസ് ആയിട്ടുണ്ട്. CPU സക്സസ് ആയി. ഓക്കെ. വരുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു CPU സക്സസ് ആക്കാൻ പറ്റും എന്നുള്ളത്? ഇല്ല, നമ്മള് ഒരു സംശയത്തിലായിരുന്നു. CPU സക്സസ് ആയി. ഓക്കെ. അപ്പോൾ അതിൻ്റെ സന്തോഷം അത് കാണാനുമുണ്ട്. ഓക്കെ. അപ്പോൾ താങ്ക്സ് ഫോർ യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക്.